വരയാടുമല വ്യൂ പോയിന്റ് കണ്ട ശേഷം ഞങ്ങളെങ്ങനെ യാത്ര തുടർന്നു. നെല്ലിയാമ്പതിയിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം ഉള്ളത്. പഞ്ചായത്ത്, വില്ലേജ്, ഹോസ്പിറ്റല്, പോലീസ് സ്റ്റേഷൻ എന്ന് വേണ്ട എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഈ കൈകാട്ടിയിലാണ് ഉള്ളത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. കോടയുള്ളത് അപൂർവം. ചില ദിവസങ്ങളിലെ ഇത്രയധികം കോട ഉണ്ടാവുള്ളൂ. എല്ലാവരും നെല്ലിയാമ്പതിയുടെ ഭംഗി ആസ്വദിക്കാം. KSRTC ബസ്സിൽ ഇരുന്നുകൊണ്ടുള്ള കാഴ്ച വളരെ മനോഹരമാണ്. നമ്മള് കാറിലാണ് പോകുന്നതെങ്കിൽ ആ കാറിന് ഹൈറ്റ് കുറവാണ്. സൈഡ് ഗ്ലാസ് ചെറിയ രീതിയിൽ മാത്രമേ നമ്മൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇനി പോകുന്നത് സീതാർകുണ്ടിലേക്കാണ്. പോകുന്ന വഴിയിൽ ഓറഞ്ച് ഫാം ഒക്കെ കണ്ടു. നമ്മുടെ ഈ ടൂർ പാക്കേജിൽ ഇവിടം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. തിരിച്ചു വരുമ്പോഴാണ് അവിടെ പോകുക. കണ്ടു വന്നതിന് ശേഷം ഇവിടെ കയറി കാണാവുന്നതാണ്. നമ്മളുടെ 2 സർവീസ് ബസ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ഇതുവരെയാണ് 2 സർവീസ് ബസ് വരികയാണ്. അവിടെ നിന്ന് ഒന്ന് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സും ഒന്ന് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സുമാണ്. ഇവിടെ വന്നാണ് അത് വിളവെടുക്കുന്ന ഓറഞ്ചും പാഷൻ ഫ്രൂട്ടും എല്ലാം ഇവിടെ തന്നെ സ്റ്റേഷൻ ജാമും മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതൊന്നും ഇവിടെ സെയിൽ ചെയ്യുന്നില്ല. നമ്മൾക്ക് ഓറഞ്ച് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയില്ല. അവരൊരിക്കലും അത് പുറത്തേക്ക് വിൽക്കില്ല. ഇവിടെ തന്നെ ജാമ് സ്റ്റേഷനൊക്കെ മാറ്റുകയാണ്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഓറഞ്ച് മരങ്ങൾ കാണാൻ സാധിക്കും. നമുക്ക് ഓറഞ്ച് തോട്ടത്തിനകത്ത് കയറിയാലും കുറെ അകലെയാണ് ഇതെല്ലാം കാണുക. അപ്പൊ നമ്മൾക്ക് അതിന്റെ അടുത്ത് പോയി കാണാനൊന്നും സാധിക്കില്ല. കുറച്ച് ദൂരം ഓൺ ചെയ്ത് വരാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. സിന്ധു ചേച്ചി പറഞ്ഞതുപോലെ തന്നെ KSRTC ബസ്സിലിരുന്നുകൊണ്ട് കാണുന്ന തേയിലത്തോട്ടങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. തേയിലത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ചെറിയൊരു കാടിന്റെ ഭാഗത്തേക്കാണ് ഞങ്ങൾ എത്തിയത്. മരങ്ങളും അരുവികളൊക്കെയായി മനോഹരമായൊരു വഴി. അങ്ങനെ KSRTC ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകുന്നത് സീതാർകുണ്ടിലേക്കാണ്. ഐതിഹ്യം അനുസരിച്ച് വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും ക്ഷീണിതരായി ഈ മലമ്പ്രദേശത്ത് എത്തിച്ചേരുകയും തുടർന്ന് സീതാദേവിക്ക് സ്നാനം ചെയ്യാനായി ശ്രീരാമൻ തൊട്ടടുത്ത അരുവി കാണിച്ചു കൊടുക്കുകയും ആ അരുവിയിൽ കുളിക്കുകയും ചെയ്തു. പിന്നീട് ഈ അരുവി സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥം എന്ന പേരിൽ സീതയാർകുണ്ട് എന്ന് ലോപിച്ച് സീതാർകുണ്ട് എന്നറിയപ്പെടാൻ തുടങ്ങി. സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥത്തിൽ അവിടുത്തെ ആദിവാസികളും ജനങ്ങളും ദേവിയെ സങ്കല്പിച്ച് പൂജ നടത്തുന്ന ചടങ്ങ് ഇപ്പോഴും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനടുത്തു തന്നെയായി ഒരു വെള്ളച്ചാട്ടമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ സന്ദർശകർക്കൊന്നും അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ ചുള്ളിയാർ ഡാമും മീങ്കര ഡാമും കൊല്ലങ്കോട് പട്ടണമൊക്കെ കാണാൻ കഴിയും. വ്യൂ പോയിന്റ് ഒക്കെ കണ്ടുവന്ന ശേഷം എല്ലാവരും ഓരോ കോഫി കുടിച്ചു. ചായപ്പൊടിയും തേനും പേടയും ഒക്കെ വാങ്ങി. വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് നടക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ ആരും അങ്ങോട്ട് പോയില്ല. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നെല്ലിമരത്തിൻ്റെ അവിടെ തന്നെയാണ് നിന്നത്. നെല്ലിമരമാണല്ലോ ഇവിടെ ഏറ്റവും ഫേമസ്. നെല്ലിയാമ്പതി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന ഒന്നാണ് നെല്ലിമരം. റോഡിന്റെ വീതി കുറവായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഓരോ വണ്ടിക്ക് വേണ്ടി നിർത്തിക്കൊടുത്തും റിവേഴ്സ് എടുത്തും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ചുറ്റുമുള്ള പച്ചപ്പും തണുപ്പും കോടയും എല്ലാവരുടെയും മനസ്സ് നിറച്ചു. സ്തൂപിക വൃക്ഷങ്ങൾ പോലെയുള്ള മരങ്ങൾ കഴിഞ്ഞ് വീണ്ടും
കണ്ടെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ, മഞ്ഞിലും മഴയിലും വേനലിലും പച്ച പരവതാനി വിരിച്ച് തേയില കാഴ്ചയുടെ സൗന്ദര്യം മാത്രമല്ല, സ്വാദിൻ്റെ നറുമണം കൂടിയാണ് നമുക്ക് നൽകുന്നത്.